എല്ലാ സ്റ്റുഡൻസിനും മെയിനായിട്ട് ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുമ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത്. ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ എങ്ങനെയാണ് നെക്സ്റ്റ് വേവിലുള്ള ഓരോ സ്റ്റുഡൻസിൻ്റെയും അവരുടെ ഡൗട്ട്സും അവർ പഠിക്കുമ്പോൾ എന്തായാലും അവർക്ക് ഡൗട്ട്സും കാര്യങ്ങളും വരും, അതെങ്ങനെയാണ് നെക്സ്റ്റ് വേവ് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സൈഡിൽ നിന്ന് അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതായിരിക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് മാക്സിമം ഫുള്ളായിട്ട് കാണുക. ഈ ഒരു വലിയൊരു ഡൗട്ട് മാക്സിമം സ്റ്റുഡൻസ് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇതിനായിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം തന്നെ സാം AI. ഓക്കെ, സോ ഈ ഒരു സാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസിന് എന്തൊരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ഡൗട്ട് വന്നാലും അതിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്നുള്ള രീതിയിലായിരിക്കും സാം AI വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൂളിൽ ഏതൊരു സ്റ്റുഡൻറ്റും അവർക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു ഡൗട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മുടെ സാം AI ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് റിസോൾവ് ചെയ്യാനുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ കോഡിങ്ങിൽ ഒരു എറർ വന്നു, നമ്മൾ ഈ ഒരു സാം AI ചാറ്റ് ബോട്ടിനോട് ചോദിക്കുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് റിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ഇനീഷ്യേഷനിൽ കൊണ്ട് നെക്സ്റ്റ് വേവിലെ സ്റ്റുഡൻസിന് അവരുടെ ടൈം തന്നെയാണ് ലാഭിക്കാൻ പറ്റുന്നത്. അവർ ടൈം ലാഭിക്കുകയാണ്, അവർക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ട് റെസൊല്യൂഷൻ ആണ് ഇതിലൂടെ നടക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഏതൊരു സ്റ്റുഡൻറ്റിനും ഒരു ടെക്നിക്കൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ദ മെത്തേഡ് ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ എന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഡൗട്ട് വന്നു, അതിൻ്റെ ആൻസർ ഡയറക്റ്റ്ലി വന്നു കഴിയുമ്പോൾ വി വിൽ ലാക്ക് ഇൻ കോൺഫിഡൻസ് അല്ലേ. അപ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടത് എന്താണ്, എങ്ങനെയാണ് ആ ഒരു ഡൗട്ട് റിസോൾവ് ചെയ്യേണ്ടതെന്നുള്ള സ്ട്രാറ്റജീസും ഐഡിയാസും ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജീസും ഐഡിയാസും അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യിക്കാനുള്ള ഒരു ട്യൂട്ടോറിയൽ മെത്തേഡ് ഓഫ് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡും ഫസ്റ്റ് ഒരു സ്റ്റുഡൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് കഴിഞ്ഞിട്ടും നമ്മൾ ഇത്രയും നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇച്ചിരി കോംപ്ലക്സ് ആണ്, നമുക്ക് അതിനുള്ളൊരു അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. ഇവിടെ ഓരോ സ്റ്റുഡൻസിനും ഓരോ ബാച്ചിനും കോഴ്സ് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. സോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം സാം AI ചാറ്റ് ബോട്ട്സിനെ പറ്റി പറഞ്ഞു, പിന്നെ ട്യൂട്ടോറിയലിനെ പറ്റി പറഞ്ഞു. ഇത് രണ്ടിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ട് ക്ലാരിഫൈ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓരോ ബാച്ചിനും നെക്സ്റ്റ് വേയിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിനും അവർക്ക് ബാച്ചിൽ ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ബാച്ച് മെൻറ്റേഴ്സിൻ്റെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇനീഷ്യേഷൻ കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയില്ല, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കരിയർ മെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അവർ നിങ്ങളുടെ ഡൗട്ട് റിസോൾവ് ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങൾ ഇന്ന് ഒരു ഡൗട്ട് കാര്യങ്ങളും ക്ലാരിഫിക്കേഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഇമ്മീഡിയറ്റ്ലി, അത് ഒരു ദിവസമോ 2 ദിവസമോ ഒന്നുമല്ല, വെരി ഇമ്മീഡിയറ്റ്ലി ആ ഒരു ദിവസം തന്നെ നിങ്ങളുടെ കരിയർ മെൻറ്റേഴ്സ് വിളിച്ച് ആ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസും ബൂസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നടക്കാൻ പോകുന്നത്. സോ ഏതൊരു സ്റ്റുഡൻറ്റും നിങ്ങൾ ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സാം AI ചാറ്റ് ബോട്ട് ആയിരിക്കും. അതിലും നടന്നില്ലെങ്കിൽ നമുക്കൊരു ട്യൂട്ടോറിയൽ ലൈക്ക് എന്ത് സ്ട്രാറ്റജിയാണ് നമ്മളെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ കോഴ്സ് മെൻറ്റേഴ്സ് ഹു ആർ ഡെഡിക്കേറ്റഡ്, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സ് മെൻറ്റേഴ്സ് നിങ്ങളായിട്ട് ഇൻവോൾവ് ആവും. ഇതിൽ തന്നെ 90% ഓഫ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ആയിരിക്കും. ഇൻ കേസ് അതിലും നിങ്ങൾക്ക് നടന്നില്ലെങ്കിൽ വി ഹാവ് പ്രോഗ്രാം എക്സ്പേർട്സ്, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആവുന്നത് വരെയുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസ് നെക്സ്റ്റ് വേവ് അഷ്യൂർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ഡൗട്ട് നിങ്ങളെല്ലാവരും ചോദിച്ചതുകൊണ്ടും നമ്മുടെ ഈ ഒരു കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും നമ്മളിതെല്ലാം ക്ലിയർ ആക്കി തരുന്നത്. ഇതുപോലെ കൂടുതൽ കണ്ടൻസും കൂടുതൽ ഇൻഫോർമേഷൻസും നിങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് മോർ കണ്ടൻസ് വിൽ ബി കീപ്പിംഗ് ഓൺ കമ്മിങ്. ആൻഡ് ഇതോടെ നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ചോദിച്ചിരുന്ന ഡൗട്ടും കാര്യങ്ങളും ക്ലാരിഫൈ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.